ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും R&B മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ട് ഏകദേശം 9 മാസത്തോളമായി. പലരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് പുതിയ വീഡിയോ ഒന്നും ചെയ്യാത്തത് എന്ന്. സമയക്കുറവ് കൊണ്ടാണ് എന്ന് മറുപടി കൊടുക്കാറുണ്ടെങ്കിലും അതിൻ്റെ കൂടെ മറ്റ് പല കാരണങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വഴിയെ പറയാം. അതിനു മുൻപ് ഇന്ന് ഈ വീഡിയോ ഞാൻ ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് പറയാം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പക്ഷി വളർത്തലിൻ്റെ മേഖല ഇപ്പോൾ അത്ര സജീവമല്ല. നിങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള പല പെറ്റ് ഷോപ്പുകളും ഇതിനോടകം പൂട്ടിപ്പോയിട്ടുമുണ്ടാകും. ചുരുക്കത്തിൽ കച്ചവടക്കാർക്ക് പോലും ഒട്ടും ലാഭകരമല്ലാത്ത രീതിയിൽ ഈ മേഖല മാറിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ബ്രീഡർമാരുടെ കാര്യം പറയാനുണ്ടോ? സമീപകാലത്ത് നിയമങ്ങളിലുണ്ടായ പല മാറ്റങ്ങളും, പിന്നെ തിനയുടെ വിലയും, പക്ഷികൾ പലവിധ അസുഖങ്ങളാൽ ചത്തുപോകുന്നതും, ബേഡ്സിനെ വിൽക്കുമ്പോൾ പഴയതുപോലെ നല്ല വില കിട്ടാത്തതുമൊക്കെ ഈ മേഖലയിലെ മന്ദതയ്ക്ക് കാരണമായിട്ടുണ്ട്. എന്നാലും കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവം എന്നെ അത് അത്ഭുതപ്പെടുത്തി. ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണവും അതുതന്നെയാണ്. എൻ്റെ ഏവിയറിയിൽ ഇപ്പോഴും 6-7 ബ്രീഡിംഗ് പെയറും അതിൻ്റെ കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ട് 10-50ഓളം ബേഡ്സ് ഉണ്ട് എന്നുള്ള വിവരം നിങ്ങൾക്കറിയാമല്ലോ. അതിൽ ബ്രീഡിംഗ് പെയറിനെ മാത്രം നിലനിർത്തിയിട്ട് ബാക്കിയുള്ളവയെ കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. അതിൽ എനിക്കിഷ്ടപ്പെട്ട പല ബേഡ്സും ഉണ്ടായിരുന്നു. എങ്കിലും എല്ലാത്തിനെയും കീപ്പ് ചെയ്യാൻ എനിക്കിപ്പോൾ സാധിക്കാത്തത് കൊണ്ടാണ് കൊടുക്കാൻ തീരുമാനിച്ചത്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ പലയിടത്തു നിന്നും പല അന്വേഷണങ്ങളും വരുമെന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഫോട്ടോ അയച്ചു കൊടുക്കണം, വില പേശണം, ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കണം. പിന്നീട് എന്തെങ്കിലും കുഴപ്പമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കണം. ഇതിനൊന്നും എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പെറ്റ് ഷോപ്പിൽ തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു. എൻ്റെ നാട്ടിൽ അവസാനമായിട്ടുണ്ടായിരുന്ന പെറ്റ് ഷോപ്പും കൂടെ പൂട്ടിപ്പോയിരുന്നത് കൊണ്ട് ഞാൻ അടുത്തുള്ള ടൗണിൽ ചെന്നിട്ട്, അതായത് ഇരിട്ടിയിൽ ചെന്നിട്ട് അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഏകദേശം 4 വലിയ ചൈന കേജുകളിലായിട്ട് ഒരു 200-ൽ കൂടുതൽ ബേഡ്സ് എന്തായാലും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വെറുതെ ചോദിച്ച് നാണം കിടണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവിടെയുള്ള മീൻ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി അതിൻ്റെ വിലയൊക്കെ ചോദിച്ചിട്ട് ഒരു 3 ജോഡി കാർപ്പിനെയൊക്കെ വാങ്ങി. മീനിനെയൊക്കെ വാങ്ങി പൈസ കൊടുക്കാൻ നേരത്ത് ഞാൻ തിനയുടെ വില ചോദിച്ചു. 80 രൂപ എന്ന് അവിടെ ഉണ്ടായിരുന്ന ചേട്ടൻ മറുപടിയും പറഞ്ഞു. പിന്നെ ഞാൻ മടിച്ചാണെങ്കിലും നമ്മുടെ കാര്യം ചോദിച്ചു. കുറച്ച് ബഡ്ജീസിനെ, ലവ് ബേഡ്സിനെ കൊടുക്കാനുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ആവശ്യത്തിനധികം ഉണ്ടല്ലോ, അല്ല അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടായിരിക്കും അല്ലേ എന്ന് ഞാൻ ചോദിച്ചു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ചേട്ടൻ പറഞ്ഞു, എത്ര ഉണ്ടെങ്കിലും കൊണ്ടുപോരെ, ഞാൻ എടുത്തോളാം എന്ന്. വില എത്ര കിട്ടും എന്ന് ചോദിച്ചപ്പോൾ ഒരു പീസിന് 75 രൂപ, ജോഡിക്ക് 150 രൂപ എന്ന് പറഞ്ഞു. ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ ബേഡ്സിനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോന്നു. ഉച്ച കഴിഞ്ഞ് ഒരു ചൈന കേജിൽ നിറയെ കിളികളുമായിട്ട് ഞാൻ കടയിലെത്തി. ബ്ലൂ സീരീസ് ബേഡ്സ് മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതിൽ സ്പാങ്കിള്, യെല്ലോ ഫേസ് സ്പാങ്കിള്, യെല്ലോ ഫേസ് ഓപ്പലൈൻ, പിന്നെ റെയിൻബോയുടെയും ക്ലിയർ വിങ്ങിൻ്റെയും മെറ്റീരിയൽസ്, പിന്നെ നമ്മുടെ കയ്യിലുള്ള ഡോമിനൻ്റ് റെസസീവ് പൈഡ്, അതെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ കടയിൽ ആ ചേട്ടനില്ല. ഒരു ചേച്ചിയായിരുന്നു ഉണ്ടായിരുന്നത്. ചേച്ചി ചേട്ടനോട് ഫോണിൽ വിളിച്ച് കൺഫേം ചെയ്തതിന് ശേഷം ഞാൻ കൊണ്ടുവന്ന ബേഡ്സിനെ അവരെടുത്തു. ചേച്ചിക്ക് നമ്മുടെ ബേഡ്സിനെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. കളർഫുൾ ആയിട്ടുണ്ടോ, നല്ല കളറുകളൊക്കെ ഇതിലുണ്ടല്ലോ എന്ന് ചേച്ചി പറഞ്ഞു. കടയിൽ കൂട്ടിൽ കിടന്നിരുന്നത് മുഴുവനും ഗ്രീനും യെല്ലോയും ഒക്കെ മാത്രമായിരുന്നു. അപ്പോൾ അതിനേക്കാൾ വേഗം ഈ ബേഡ്സൊക്കെ സെയിലാകുമെന്ന് ചേച്ചിക്ക് മനസ്സിലായി. പൈസയും വാങ്ങി പോരാൻ നേരത്ത് ഞാൻ ചേച്ചിയോട് ചോദിച്ചു, കുറേ ബേഡ്സ് ഉണ്ടല്ലോ, ഇതിനെയൊക്കെ നിങ്ങൾ എന്താ ചെയ്യുക? അത് ബൾക്കായിട്ട് എങ്ങോട്ടെങ്കിലും കയറ്റി അയക്കുകയായിരിക്കും ചെയ്യുന്നത് അല്ലേ എന്ന്. പക്ഷേ ചേച്ചി പറഞ്ഞു, അല്ലല്ല, ഇതെല്ലാം ഇവിടെ തന്നെ സെയിലാകുന്ന പീസുകളാണ്. എനിക്കിതൊരു വല്ലാത്ത അത്ഭുതമായി. കാരണം നമ്മുടെ വീടുകളിൽ ഇപ്പോൾ ബേഡ്സിനെ ചോദിച്ച് ആളുകൾ വരുന്നില്ലെങ്കിലും അവർ കടകളിൽ പോയിട്ട് ബേഡ്സിനെ വാങ്ങാറുണ്ട് എന്നത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഞാൻ വീട്ടിൽ വന്നിട്ട് നമ്മുടെ ചാനലിലെ കമൻറ്റ് സെക്ഷൻ ഒന്ന് എടുത്ത് നോക്കി. കുറേ നാളുകളായിട്ട് കമൻസിനൊന്നും ഞാൻ മറുപടി കൊടുക്കാറില്ലായിരുന്നല്ലോ. എന്നാലും റീസെൻ്റായിട്ട് ഒത്തിരി കമൻറ്റുകൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഇപ്പോഴും ബഡ്ജീസിനെ വളർത്തുന്നവരുണ്ട്, കച്ചവടത്തിനല്ലാതെ ഇവയെ കാണുമ്പോഴുള്ള സന്തോഷം അനുഭവിക്കാനായിട്ട് അവരെ വളർത്തുന്നവർ ഇപ്പോഴുമുണ്ട്. കച്ചവട താല്പര്യത്തോടെ തുടങ്ങിയവരാണ് കൂടുതലും ഇപ്പോൾ നിർത്തിപ്പോയത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, അതായത് പുതിയതായിട്ട് ബേഡ്സിനെ വളർത്തി തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നമ്മുടെ ചാനലിലെ പുതിയ സബ്സ്ക്രൈബർമാർ ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. R&B മീഡിയ എന്ന ഈ ചാനലിൽ ഇതുവരെ ഏകദേശം 350ഓളം വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലേതാണ്ട് 300-ൽ പരം വീഡിയോകളും ബഡ്ജീസിനെയും ഫിഞ്ചസിനെയും സംബന്ധിക്കുന്ന വീഡിയോകളാണ്. തുടക്കക്കാർ മുതൽ പ്രൊഫഷണലായിട്ടുള്ള ബ്രീഡേഴ്സ് വരെ അറിഞ്ഞിരിക്കേണ്ട മിക്കവാറും എല്ലാ കാര്യങ്ങളും ഞാൻ പല വീഡിയോകളിലായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ പോയിട്ടുണ്ടെങ്കിൽ കാറ്റഗറി തിരിച്ച് നിങ്ങൾക്കത് കാണാൻ സാധിക്കും. പുതിയതായി ബേഡ്സിനെ വളർത്താൻ തുടങ്ങുന്നവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന വീഡിയോകൾ ഞാൻ തുടക്കത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനുശേഷം മുൻപോട്ടുള്ള വീഡിയോകളിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾക്ക് പല മോഡിഫിക്കേഷനും ഇംപ്രവൈസേഷനും ഒക്കെ വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ പല കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം ചെയ്ത വീഡിയോകളിൽ പുതുതായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക.
പുതുതായിട്ട് ഇനി വീഡിയോകൾ വന്നാലും ഇല്ലെങ്കിലും ശരി, ബഡ്ജീസിനെയും ഫിഞ്ചസിനെയും വളർത്തുന്നവർക്ക് സഹായകമായിട്ട് RB മീഡിയ എന്ന നമ്മുടെ ചാനലിൽ ഇതുവരെ ഇട്ട വീഡിയോകൾ എന്നും ഉണ്ടാകും. നിങ്ങൾക്ക് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എപ്പോൾ സംശയം വന്നിട്ടുണ്ടെങ്കിലും ആ വീഡിയോകൾ എടുത്ത് കാണാവുന്നതാണ്. പുതിയ വീഡിയോകൾ ഇടാത്തത് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്കറിയാം, മ്യൂട്ടേഷൻ, ജെനറ്റിക്സ് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ ഇടാനുള്ള അധ്വാനം തീരെ ചെറുതൊന്നുമല്ല. അത്രയും കഷ്ടപ്പെട്ടിടുന്ന വീഡിയോകൾക്ക് നമ്മൾ പ്രതീക്ഷിച്ചത്ര റീച്ച് കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മടുപ്പ് തോന്നും. വീഡിയോ ഇടാനുള്ള താല്പര്യം കുറയുകയും ചെയ്യും. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ളവർ എന്തായാലും മുഴുവൻ വീഡിയോയും കാണും എന്നെനിക്കറിയാം. പിന്നെ ഒത്തിരി പേരോട് എനിക്ക് നന്ദി പറയാനുണ്ട്. RB മീഡിയയുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിലൂടെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട്. ആരുടെയും പേര് ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നില്ല, നിങ്ങൾക്കറിയാമായിരിക്കും. പിന്നെ നമ്മുടെ ഫാമിലി ഡോക്ടർ അഖിൽ പി പിള്ളെ, അദ്ദേഹവുമുണ്ട് ഗ്രൂപ്പിൽ. അതുകൂടാതെ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ്റെ ചുമതല വഹിക്കുന്ന ലിൻഡോ ബ്രോയുമുണ്ട്. എല്ലാവർക്കും ഒത്തിരി നന്ദി. നമ്മുടെ ആ വാട്സപ്പ് ഗ്രൂപ്പ് ഇപ്പോഴും സജീവമാണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മുടെ മിക്കവാറും എല്ലാ പുതിയ വീഡിയോകളുടെയും ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഇത്രയുമേ എനിക്ക് പറയാനുള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എന്ന് പതിവ് പോലെ പറയുമ്പോഴും ഇനി വീഡിയോ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ സാധാരണ വീഡിയോയിൽ പറയുന്നത് പോലെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.